അവിടുത്തെ പോലെ ഇവിടെയും. ഹലോ, അതെ. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമാണെന്ന് എനിക്കിവിടെ തോന്നണ്ടേ? ഓക്കെ, സംസാരത്തിലൊന്നും വലിയ കാര്യമില്ല, പ്രവൃത്തിയില്ല ഇത് കാണിക്കണ്ടേ. നിക്ക് ഒരവസരവും കൂടെ ഞാൻ തരും. അത് കഴിഞ്ഞാൽ സുരേന്ദ്രൻ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിടിച്ചിരിക്കും. ഒരു വഷളം ചിരി. നീ എന്താ ഇവിടെ നിന്ന്? ഫിഷിന് ഫുഡ് കൊടുക്കുമായിരുന്നു. ഇവിടെ വന്നിട്ടോ? അല്ല, അവിടെ നിന്നാ കൊടുത്തത്. കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നതാ. ആരായിരുന്നു ഫോണില്? അതൊരു സുരേന്ദ്രൻ. നമ്മുടെ ആശുപത്രിയിലെ സദാശിവൻ ചേട്ടനെ സഹായിക്കാനായിട്ട് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. ജോലിയിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടു. പിന്നെ ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇഷ്ടത്തിന്റെ കാര്യം? ഇഷ്ടം. അവന് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രവൃത്തിയില്ല, അതില്ല. അതായിരുന്നാ? ഞാനങ്ങ് പേടിച്ചു പോയി. നീ എന്തിനാ പേടിച്ച? അല്ല, ചുമ്മാ വെറുതെ പേടിക്കാലോ. എന്തിനാണ് ചുമ്മാ വെറുതെ പേടിക്കണേ? പോ സമയല്ലേ, റെഡിയാവും, ഞാൻ ചായ എടുക്കാം. നീ വന്നേ. എന്റെ മുഖത്ത് ആകെ ഒരു കള്ളത്തരം. എന്റെ മുഖത്താ കള്ളത്തരോ? പോടുന്നു, ചായ എടുക്കാം. ഓവർ സ്നേഹമാണല്ലോ. ചാരു, ഇച്ചാനെ ഇറങ്ങാറായി, ഒരു ചായയും കൂടെ എടുക്ക്. പോണതിന് മുന്നേ ഒരു ചായയും കൂടെ കൊടുത്തില്ലെങ്കിലേ ഇനി എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ വഴിയിൽ ഇറങ്ങും, ഹോട്ടലില്. ഇച്ചാനോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, ഹോട്ടലിലെ ചായ കൊള്ളൂല എന്ന്. സത്യത്തെ ചേച്ചിയെ സമ്മതിക്കണം. ഭർത്താവിനെ ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യ വേറെ കാണൂലേ ചേച്ചി? പിന്നെ ഞാനല്ലാതെ ഇച്ചാന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ ഉള്ളത്? ഇച്ചാൻ എന്നോടും അങ്ങനെ തന്നെ ആട്ടാ. ഞാനൊരു ആഗ്രഹം പറഞ്ഞാലേ അപ്പൊ തന്നെ സാധിച്ചു തരും. ചേച്ചിയുടെ ഒരു ഭാഗ്യം. അതൊക്കെ അപ്പുറത്തെ വീട്ടുകാരുടെ കാര്യം. ആ സത്യപാലൻ സാറിന് ആർച്ച ചേച്ചിയെ മുടിഞ്ഞ സംശയമാണ്. ചേച്ചി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തുള്ളവര് കേട്ടല്ലേ മൂക്കത്ത് വിരല് വെക്കും. ആണോ? ആ സാറ് കാണിക്കുന്ന ഓരോ കോപ്രായെങ്കിലും പറഞ്ഞ ചേച്ചി വിശ്വസിക്കൂല. കേക്കട്ടെ. ആർച്ച ചേച്ചി വേറെ ആണുങ്ങളടുത്ത് മിണ്ടണ ഇഷ്ടമില്ല. ഇനി ഫോണില് കോള് വന്നാ അത് ആരാന്നറിയാൻ പതുങ്ങി പോയി പുറകെ ഒളിഞ്ഞു നിന്ന് കേക്കും. വീട്ടിൽ ആരെങ്കിലും വന്ന അവരാർച്ച ചേച്ചിയുമായിട്ട് എന്താ സംസാരിക്കണെന്നറിയാൻ ആ മേശരടിയിൽ കയറിയിരുന്ന് കളയും. എന്നിട്ട് ഈ ആർച്ച ചേച്ചി ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാലേ അത് അപ്പൊ ഉടനെ എടുത്ത് പരിശോധിക്കും. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ആ കോള് വിളിച്ചവരുടെയും മെസ്സേജ് അയച്ചവരുടെയും പേരും പറഞ്ഞ് വഴക്കുണ്ടാവുന്നത്. ദൈവമേ! ഫോണ് മാത്രമല്ല ചേച്ചി, ആർച്ച ചേച്ചിയുടെ ബാഗും എടുത്ത് പരിശോധിക്കും. അതിന്റെ പേരിൽ എപ്പോഴും വഴക്കാ അവിടെ. പിന്നെ ഈ ആർച്ച ചേച്ചി പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോഴേ ചെക്കിങ്ങിനായിട്ട് പോലീസുകാരെ പുറകെ വിടണ പരിപാടിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവര് മെമ്പർ അല്ലേ, 4 ആളടുത്ത് ഇടപഴകേണ്ട ആളല്ലേ അവര്. അല്ല, ഇയാൾക്ക് ഇത്രക്ക് സംശയമാണെങ്കിൽ ഇവരെന്തിനാ പഞ്ചായത്ത് മെമ്പർ ആവാൻ പോയത്? എന്റെ ചാരുവിനോടായതുകൊണ്ട് ഞാൻ പറയാം, ഈ ഉണ്ണിയാർച്ച ആൾ അത്ര ശരിയല്ല. ആണുങ്ങളെ കാണുമ്പോഴുള്ള കൊഞ്ചലും കുഴയലും ഒന്ന് കാണണം, ആർക്കാണെങ്കിലും സംശയം തോന്നും. പിന്നെ ഇതുപോലെ നീ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയണേ. ഞാൻ പറയാതിരിക്കോ? എനിക്ക് ചേച്ചിയല്ലേ വലുത്. ചായ എടുക്ക്. ഇസ്രായേലിൻ നാഥനായി ഏകദൈവം. ചായ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോടി. വേണ്ട, കുടിക്ക്. ഇതെന്താ ബട്ടൺസ് ഒന്നും ഇടാത്ത? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? തോന്നിയല്ലേ? കേറുന്നില്ലത്. പറയട്ടെ. ഇച്ചായ, അപ്പുറത്തെ സത്യവാരൻ സാറിനെ ആ ഉണ്ണിയാർച്ചേന്റെ ഭയങ്കര സംശയം വന്ന്. സത്യം ഞെട്ടിയില്ലേ? ചാരു ഇത് പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയി ചായ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ സംശയിക്കാൻ പറ്റുമോ ചായ? പറ്റുമായിരിക്കും. അവര് ഫോൺ ചെയ്യുമ്പോഴേ ഒളിഞ്ഞു നിന്ന് നോക്കും. അവരങ്ങ് മാറിക്കഴിയുമ്പോ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുമെന്ന്. പിന്നെ അവരുടെ ബാഗ് എടുത്ത് നോക്കും. അവരെ കാണാൻ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെന്താ സംസാരിക്കാന്നറിയാൻ ഒളിഞ്ഞു നിന്നൊക്കെ നോക്കുമെന്ന്. ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയല്ല ഇച്ചായ? ആണല്ലേ? പിന്നല്ലാതെ
ഇത്രക്ക് സംശയമുള്ളവരാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോവരുത്. കല്യാണത്തിന് മുന്നേ ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. കല്യാണം കഴിഞ്ഞാലല്ലേ ഒറിജിനൽ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റും. സത്യം. ശ്ശോ. അത് ഞാൻ ആലോചിക്കുന്നതേ അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീയെ കുറിച്ചാട്ടോ. ഉം. സംശയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഭർത്താവും. അവരെന്തോ ഒരു അനുഭവിക്കുന്നുണ്ടാവും. പാവം ഉണ്ണിയാർച്ച. ഇനി ഇതിന്റെ പേരിൽ വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇതാ ഇച്ചാന്റെ കുഴപ്പം. വെറുതെ ആളുകളോട് സെന്റിമെന്റ്സ് തോന്നും. ഇനി ആ സെന്റിമെന്റ്സിന്റെ പേരിൽ അവരോട് ലോഹ്യം കൂടാണെന്ന് നിക്കണ്ട. ഇപ്പൊ അങ്ങയുടെ സ്വഭാവം മനസ്സിലായില്ല. അങ്ങർക്ക് ഭയങ്കര സംശയവാ. ഇച്ചാൻ എങ്ങനെ അവരോട് സംസാരിക്കുന്ന കണ്ടാലേ പിന്നെ അത് മതി അവരുടെ വഴക്കിന്. പിന്നെ അയാള് പോലീസുകാരനാണെന്ന് ഓർത്തോണം. എന്നാൽ നിശ്ചയ ആ വീട്ടിൽ ഇത്രയും പ്രശ്നം നടന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എടേ, അങ്ങനെ ഓരോ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? അതിനൊന്നും വേണ്ടി സമയം കളയരുതേ. പിന്നെ അവരുടെ കയ്യിൽ ഉണ്ട് കുഴപ്പം. എന്ത് കുഴപ്പം? പിന്നെ വലിയ പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി പോണതല്ലേ. മൊത്തം ഇടപെടുന്നത് ആണുങ്ങളുമായിട്ട്. അപ്പൊ പിന്നെ ആർക്കാണെങ്കിലും സംശയം തോന്നും. കുറ്റം പറയാൻ പറ്റൂല. എന്റെ പൊന്നു മോളെ, നമ്മൾ ജോലി സ്ഥലത്ത് ആരൊക്കെയായിട്ട് ഇടപഴകുന്നു? അതിലൊക്കെ ഇങ്ങനെ കുറ്റം കാണാമോ? എടി, സംശയം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ എത്രയോ പേരെ കാണുന്നു. അത് എൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണ്. അതുപോലെ നിന്റെ ഏതെങ്കിലും പ്രൈവറ്റ് സ്പേസിൽ ഞാൻ കയറി ഇടപെടുന്നുണ്ടോ? ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടാണ്. അല്ലാതെ ഒരേപോലെ ചിന്തിക്കേണ്ടവരൊന്നും അല്ല. ഒരു സ്പേസ് അല്ല അവർക്ക്. രണ്ടുപേർക്ക് രണ്ട് സ്പേസ് ഉണ്ടാവണം. അങ്ങനെയാണ് ജീവിതം. ശരിക്കും പറഞ്ഞാലേ ഇവരൊക്കെ എന്നെ കണ്ടു പഠിക്കണം. ഈ ചായന്റെ ഏതെങ്കിലും പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലേ. അതെനിക്ക് സംശയം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടാ. അത് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചാന്റെ ഫോൺ എടുത്ത് നോക്കൂലേ? ഞാൻ ഇച്ചാന്റെ ഫോൺ ഇതുവരെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇച്ചാന്റെ പേഴ്സണൽ ഡയറി എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം. ഭാഗ്യം. സത്യമായി ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. എന്താ കാരണം? ആലീസ് മോളാ എന്റെ ഭാര്യ. ചായ മൊത്തം കുടിക്കല്ലേ, എനിക്ക് കുറച്ചതാ വേണോ? ഇറങ്ങട്ടെ. ആഹാ, പവിത്രനായിരുന്നോ? ഡോക്ടറല്ലേ ഇവിടെ? ഈ ചായൻ ഈ സമയത്ത് ഇവിടെയാണോ? ഹോസ്പിറ്റലിലല്ലേ? ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. കിട്ടിയില്ലേ? ഇതിപ്പോ ആകെ പുലിവാലായല്ലോ ഇത്. എന്തു പറ്റി? അതല്ലെന്നേ, ഇത് ഈ സാധനം ഒന്ന് ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്തു ഇത് സാധനം എന്നാന്നൊന്നും അറിയത്തില്ല. നേരിട്ട് ഡോക്ടറെ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. ആര്? അത് ഡോക്ടറുടെ ഒരു രോഗി. ഇച്ചായന്റെ രോഗിയാ? ഇച്ചായ മൃഗ ഡോക്ടർ അല്ലേ? ഡോക്ടർക്ക് പാഴ്സൽ കൊടുക്കുന്ന ഏത് മൃഗങ്ങളാ ഉള്ളത്? ആ രോഗി എന്ന് പറഞ്ഞാൽ മൃഗത്തിന്റെ ഉടമസ്ഥൻ. ഏത് ഉടമസ്ഥൻ? അതല്ല, ആ സാറ് സ്ഥിരമായി നോക്കാറുള്ള മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഉടമസ്ഥൻ. ഉടമസ്ഥന്റെ പേരില്ലേ? അല്ല, അതൊരു പക്ഷേ ആലീസിന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. മരിയ. ഞാൻ പറഞ്ഞില്ല, താലൂക്ക് ഓഫീസിൽ ജോലിയുള്ള പൗലോ സാറിന്റെ മകൾ, ഭർത്താവ് മരിച്ചുപോയെ. മനസ്സിലായി. അവര് തന്നു വിട്ടതാ. അവരുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ചയെന്ന് പറഞ്ഞാൽ നിസ്സാര പൂച്ചയല്ല, നല്ല കടുവയെ കൊണ്ടിരിക്കുന്ന ഒരു പൂച്ച. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നാ. അപ്പൊ അതിനെന്തോ അസുഖം വന്നപ്പോഴത്തെ ഈ ഡോക്ടറാണ് അവരുടെ വീട്ടിൽ ചെന്ന് ചികിത്സിച്ചത്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും പാരിതോഷികമായിട്ട് കൊടുത്തു വിട്ട സമ്മാനമായിരിക്കും. ഓ, അതെങ്ങനെയാ? ഇച്ചായം വരുമ്പോ ഞാൻ കൊടുത്തേക്കാം. അയ്യോ, അതങ്ങനെ തരാൻ പറ്റൂല. അത് ഡോക്ടറുടെ കയ്യിൽ നേരിട്ട് തന്നെ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടേക്ക. സാരമില്ല, ഞാൻ കൊടുത്തേക്കാം. അല്ല, അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. ഇങ്ങനെ തന്നേക്ക് ഞാൻ കൊടുത്തേക്കാം. ശരിയാവത്തില്ലെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഡോക്ടർ എത്ര മണിയാകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്? അതെനിക്കറിയത്തില്ല. എന്നാ പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതാകുമ്പോൾ ഡോക്ടർ ഇറങ്ങിയാലും വഴി വെച്ച് കാണുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റേ. അതിന്റെ ആവശ്യം എന്താ? ഇച്ചായനും ഞാനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇച്ചായെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ഇച്ചായൻ. അതാ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി. കെമിസ്ട്രി ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ ഈ സാധനം എനിക്ക് നേരിട്ട് ഡോക്ടറിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റൂ. ഞാൻ കൊടുത്തേക്കാന്ന്. പവിത്രം വെക്കോ. പിന്നെ വേറൊരു കാര്യം, അഥവാ ഈ മരിയ ഡോക്ടറെ വിളിക്കുവാണെങ്കിൽ ഡോക്ടറോട് പറയണം ഞാൻ നേരിട്ട് ഡോക്ടറെ കൈ കൊണ്ട് തന്നതാന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. അത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇറങ്ങട്ടെ. ആ കൊച്ചൊന്നും മൂളിയാൽ കൊത്തിക്കൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ നിൽക്കുക. അത്രയ്ക്ക് സുന്ദരിയാണെന്ന്. സുന്ദരിയാണോ? ഒരു മനുഷ്യനോട് മിണ്ടുന്ന ടൈപ്പല്ല. പക്ഷെ സാറിനെ കുറിച്ച് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവരോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറിനെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത്.
എന്തായിരിക്കും ഇതില്? ഹായ്, കൊള്ളാലോ ചേച്ചി. പവിത്രം കൊണ്ടുവന്നതാ. ചേച്ചിക്ക് തരാനാ? ഇച്ചായനും കൊടുക്കാനാ. ആ, ഒരാള് കൊടുത്തു വിട്ടതാ. സാറ് വലിയ ഡോക്ടർ അല്ലേ, അപ്പൊ ആൾക്കാരൊക്കെ കൊടുക്കും ഇങ്ങനെ. ഇതൊരു പെണ്ണാ കൊടുത്തു വിട്ടത്. താലൂക്ക് ഓഫീസിലെ പൗലോസേട്ടന്റെ മോൾ മരിയ, അവൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഇച്ചായൻ ചികിത്സിച്ച് ഭേദാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ നന്ദിയാന്നാ പറഞ്ഞത്. അങ്ങനെയാ നല്ല മനസ്സുള്ളവര്. ഇത് അത്ര നല്ല മനസ്സായിട്ടൊന്നും തോന്നുന്നില്ല ചാരു എനിക്ക്. അവളെ കല്യാണം കഴിച്ചതാ, ഭർത്താവ് മരിച്ചുപോയി, ഇപ്പൊ ഒറ്റത്തടിയാ. ഇച്ചാൻ അവക്ക് ഭയങ്കര കാര്യമാണ്. ഒരു ദിവസം ഇച്ചാൻ അവളെ വീട്ടിലോട്ട് ക്ഷണിച്ച്, പക്ഷെ ഞാൻ വിട്ടില്ല. ഇതിപ്പോ ഇച്ചായന്റെ കയ്യിൽ തന്നെ കൊടുക്കണോന്ന് പറഞ്ഞ് പവിത്രന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ. വേറെ ആരുടെയും കയ്യിൽ കൊടുക്കരുത്, ഇച്ചായന്റെ കയ്യിൽ തന്നെ കൊടുക്കണോന്ന് പറഞ്ഞു. അതെന്തായിരിക്കും? ചേച്ചി പറയുന്ന കേട്ടിട്ടേ എനിക്കൊരു ചെറിയ സംശയം. ഇത് വെറും ഒരു പരിചയം അല്ലെങ്കിലോ? പക്ഷേ എന്തെങ്കിലും കുഴപ്പമുള്ള കേസാണെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തയക്കൂലല്ലോ, ചേച്ചി കാണൂന്ന് അറിയാലോ. ഇങ്ങോട്ടല്ല കൊടുത്തു വിട്ടത്, ഹോസ്പിറ്റലിലോട്ടാ കൊടുത്തു വിട്ടത്. പവിത്രൻ ഇച്ചാനെ വിളിച്ചപ്പോ ഫോണിൽ കിട്ടിയില്ല, അതുകൊണ്ടാ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചി പേടിക്കണം. ഇത് വേറെ ആരും അറിയാതെ സാറിന് ഒരു സമ്മാനം കൊടുക്കണമെങ്കിലേ ഇത് അത്ര സമ്മാനമായിരിക്കും. ചേച്ചി, എന്റെ വീടിനടുത്തേ ഒരു വിലാസിനി ഉണ്ട്. അവക്ക് ഇതേപോലെ ഒരു സമ്മാനം ഒരാള് കൊണ്ടുവന്ന് കൊടുത്തു. അവളുടെ ഭർത്താവ് ഇതൊക്കെ ഒളിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ അയാൾ ചാടി വീണ് അത് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോഴേ അതിനകത്ത് ഒരു സ്വർണ്ണ മോതിരം. വിലാസിനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു, അവനാ ആ മോതിരം കൊടുത്തു വിട്ടത്. അങ്ങനെ അവന്റെ വീട്ടിൽ പോയി അടിയായി ബഹളമായി ആകെ പ്രശ്നമായി. ഇതിന്റെ അകത്ത് എന്തായിരിക്കും? നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? അയ്യോ വേണ്ട, പ്രശ്നമാകും. ഒരു പ്രശ്നമില്ല, നമുക്ക് തുറന്നു നോക്കാം. വേണോ? വേണം, വാ. അതെ ചാരു, ഒരു പ്രശ്നമുണ്ട്. നമ്മളിത് തുറന്നു വന്നിരിക്കട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇച്ചാൻ അറിയത്തില്ലേ, അപ്പൊ അത് പ്രശ്നാവൂലേ? ചേച്ചി ഇങ്ങനെ പേടിച്ച എന്താ ഉണ്ടാവുമെന്ന് അറിയോ? ഇന്ന് ഈ ചെറിയ പാഴ്സല് നാളെ ഇത് വലുതാവും. അങ്ങനെ വലുതായി വലുതായി ഡോക്ടറുടെ ഹൃദയത്തിൽ മറിയ സ്ഥിരതാമസം തുടങ്ങും. എന്നാലും ചാരു, എന്റെ ചേച്ചി പറഞ്ഞു വരുമ്പോ ഈ ഡോക്ടറും മറിയും തമ്മിലുള്ള ബന്ധം എന്താ? ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം. അയ്യോ രോഗി അവളല്ല, അവളുടെ വീട്ടിലെ പൂച്ചയാ. ശരി, അപ്പൊ ഡോക്ടറും രോഗിയുടെ രക്ഷകർത്താവും തമ്മിലുള്ള ബന്ധം. അതിന് ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കണം എന്തിനാ? ഈ പാക്കറ്റ് കണ്ടാ തന്നെ അറിയാം ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളതാന്ന്. അത് ശരിയാ, പക്ഷെ ചോദിക്കാതെ എന്തിനാ തുറന്നേന്ന് നിശ്ചയം ചോദിക്കത്തില്ലേ? ആ ബെസ്റ്റ്. ഇത് തുറക്കുന്നതോടെ സാറിന്റെ കള്ളം പൊളിയൂലേ? ചേച്ചി, മറിയ അയച്ച ഈ ഗിഫ്റ്റ് ചേച്ചി എടുത്ത് ഡോക്ടറെ കാണിച്ച് ഇതെന്താന്ന് ചോദിക്കുമ്പോ ഡോക്ടർ എന്ത് മറുപടി പറയും? അപ്പൊ പിന്നെ ഈ പാഴ്സല് പൊട്ടിച്ചെന്തിനാന്ന് ചോദിക്കൂലല്ലോ. അതില്ല. അപ്പൊ പിന്നെ പൊട്ടിക്കല്ലേ? ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. ഇച്ചായൻ വരുന്നു, ഞാൻ അപ്പൊ തന്നെ ഇച്ചായൻ ഈ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. ഇച്ചായൻ എന്റെ മുമ്പിൽ വെച്ച് അത് തുറക്കുന്നു. അപ്പൊ എനിക്ക് അതിന്റെ അകത്ത് എന്താന്ന് കാണാലോ. ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തുറന്നില്ലെങ്കിലാ? ചേച്ചി, ഈ ആണുങ്ങളൊക്കെ ഭയങ്കര കള്ളന്മാരാണ്. ചേച്ചി അറിയാതെ മറിയയുമായിട്ട് ബന്ധം സ്ഥാപിക്കാമെങ്കിൽ ചേച്ചി അറിയാതെ ഈ പാഴ്സൽ തുറക്കാനാണോ പാട്? എന്നാ പിന്നെ തുറക്കാം. തുറക്കട്ടെ, എന്നിട്ട് ഞാൻ പഴയതുപോലെ ഒട്ടിച്ചേരാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അയ്യോ, അതൊക്കെ എനിക്കറിയാം. എന്നാ പൊട്ടിക്ക്. ലവ് യു സോ മച്ച്. നീ പറഞ്ഞ സത്യം ചാരു, അവളെ ഞാനൊന്ന് കൊല്ലു, നോക്കിക്കോ. ഈ ചായം വന്ന് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. ചേച്ചി അവിടെ ഇരിക്കേ. ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ചേച്ചി. ഞാനിത് പഴയതുപോലെ ഒട്ടിച്ചേരാം, പക്ഷെ കത്തില്ലാതെ. സാറ് വരുമ്പോ ചേച്ചി ഇത് കൊടുക്കണം. സാറ് ആരും കാണാതെ രഹസ്യമായിട്ട് റൂമിൽ കൊണ്ടുപോയി ഇത് തുറന്നു നോക്കും. അപ്പൊ ഇതിനകത്ത് ഒന്നും കാണൂല, ആകെ അങ്കലാപ്പാവും. സാറിന് ടെൻഷൻ ആവും. ചേച്ചി കുറെ ടെൻഷൻ അനുഭവിച്ചതല്ലേ, സാറ് കുറച്ച് ടെൻഷൻ അനുഭവിക്കട്ടെ. ചേച്ചി ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങോട്ട് ചെല്ല്. ഞാൻ 2 മിനിറ്റിനകത്ത് ഇത് ഒട്ടിച്ചു വെച്ചേക്കാം. ചെല്ല്. നേരത്തെ ആണല്ലോ. കുറച്ച്. അതെന്ത് പറ്റി? ഒരിക്കലും ഇല്ലാത്ത പോലെ നേരത്തെ വരാൻ.
ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ആരും ഇല്ലടി. അവിടെ ഇരുന്ന് ബോറടിച്ച് ഞാനിങ്ങ് ഇറങ്ങി വന്നു. പവിത്രനെ വഴി വെച്ച് വല്ലതും കണ്ട? പവിത്ര ഫോൺ ചെയ്താ? ഓ, ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ഓഫായി പോയി, നോക്കിയില്ല. ആ, ഒരുപാട് നേരം സംസാരിച്ചു കഴിയുമ്പോഴേ ഫോണിലെ ചാർജ് തീരും, ചിലപ്പോ ഓഫായി പോകും. പിന്നെ ഫോണിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി അറിയിക്കേണ്ടി വരും. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇച്ചായ, ആ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കേട്ടിരിക്കുന്നത് നല്ലതാ. ചായ വേണോ കാപ്പി വേണോ? സാധാരണ ഞാൻ ചായയല്ലേ കുടിക്കാറ്. ചിലർക്കേ ചായ കുടിച്ച് മടുത്തു കഴിയുമ്പം ഇടയ്ക്കൊരു കാപ്പി കുടിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് എനിക്ക് കാപ്പി കുടിക്കണമെന്ന് തോന്നുന്നില്ല, ചായ മതി. ഇച്ചാനൊരു സമ്മാനം വന്നിട്ടുണ്ട്. സമ്മാനം? വാ, കാണിച്ചു തരാം. ചായ വാ. വരുമല്ലേ? എന്നാ ഇതെന്നാടി? ഇതെന്താന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇച്ചാൻ തരാനായിട്ട് പവിത്രം കൊണ്ടുവന്നതാ. പവിത്രം കൊണ്ടുവന്നു വന്നു? അവനെന്നാ പ്രാന്താണ് ഇവിടെ? അയ്യോ, പവിത്രൻ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിന്റെ ആഫീസർ അങ്ങ് വേറെയാ, മറിയ. ഏത് മറിയ? അയ്യോ, ഒന്നും അറിയാത്ത ഇള്ള കുട്ടി. ഇച്ചാൻ എത്ര മറിയമാരെ അറിയാം? എനിക്ക് കന്യാമറിയത്തെ അറിയാം, മഗ്ദലന മറിയത്തെ അറിയാം. ആ, പിന്നെ നിന്റെ അമ്മച്ചി മറിയാക്കുട്ടി പത്രോസിനെ അറിയാം. ഇപ്പൊ വേറെ ഒരു മറിയനെ അറിയില്ല? ഇല്ലെന്നേ? താലൂക്ക് ഓഫീസിലെ പൗലോസാറിന്റെ മകള് മരിയ. ഓ, ആ മറിയ. ആ മറിയാണോ ഈ മറിയാണോന്നും എനിക്കറിയത്തില്ല. ഇത് അവള് കൊടുത്തു വിട്ടതാ. അവളെന്നാത്തിനാ കൊടുത്തുവിട്ടത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇച്ചായന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പവിത്രൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പവിത്രൻ ഇച്ചായനെ വിളിച്ചപ്പോ ഇച്ചായന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കാരണം ഇത് ഇവിടെത്തി. അല്ലെങ്കിൽ ഇത് ഇച്ചായന്റെ കയ്യിലെത്തിയേനെ. ഞാൻ ഇച്ചായനോട് എപ്പോഴും പറയാറില്ലേ, കർത്താവ് എന്റെ കൂടെയാണ്, എന്റെ കൂടെയാണെന്ന്. കർത്താവും ഈ പെട്ടിയും തമ്മിൽ എന്നാ ബന്ധമാടി? കർത്താവും ഈ പെട്ടിയും കൂടെ എന്ത് ബന്ധാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇച്ചായനും ഈ പറയുന്ന മറിയം തമ്മിൽ എന്താ ബന്ധമെന്ന് സത്യമായിട്ടും പറ. അവളുടെ പൂച്ചയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, അതേ ഒരു ബന്ധമുള്ളൂ. ആണോ? ആ. ഇച്ചായൻ ഇതിനു മുമ്പ് എത്രയോ മൃഗങ്ങളെ ചികിത്സിച്ചിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടാ? ഇല്ല. ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ട് സത്യമായിട്ട് പറയാൻ. നീ എഴുതാപ്പുറം വായിക്കരുത്. തുറന്നേ. തുറക്ക്. ആ, തുറക്കാം. ആ, തുറക്ക്. തുറക്കാമേ. ഓ, ഇനി എന്റെ മുമ്പിൽ വെച്ച് തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയിട്ട് രഹസ്യമായിട്ട് അങ്ങ് തുറന്നാൽ മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിന്റെ മുന്നിൽ വെച്ച് തന്നെ തുറക്കാം. എവിടെയാ നിന്റെ? ആ, ഇതിലൊന്നുമില്ലല്ലോ, കാലിയാണല്ലോ. ഈ കാലിപ്പെട്ടി വെച്ചിട്ടാണോ നീ ഇത്രയും ചന്ദ്രഹാസം മുഴക്കിയത്? നിനക്കെന്നാടി ഭ്രാന്താണ്? ഇപ്പൊ ചായ ഇട്, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഓരോ കാര്യങ്ങളും കൊണ്ട് വരിക. മോനെ ജോർജ് കുട്ടി, നിങ്ങൾക്കിന്ന് ചായ മാത്രമല്ല ഞാൻ തരാൻ പോണത്, കണ്ടോ. ഇങ്ങനെ എന്തൊരു സാധനമാ! എന്റെ മുമ്പിൽ വെച്ച് തന്നെ അത് പൊട്ടിച്ച്, എന്നിട്ട് പറയുക ഇതിന്റെ അകത്ത് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് ഒറ്റ പോക്ക്. തൊണ്ടി എന്റെ കയ്യിൽ ഇരിക്കുവല്ലേ, ഇന്ന് ഞാൻ ശരിയായി കൊടുക്കുന്നുണ്ട്. നീ അതിങ്ങ് തന്നേ. എന്തോ ചാരു, ഇടിങ്ങ് തന്നേന്ന്. എന്താ പ്രശ്നം? നീ വടി പിഴിങ്ങിയ പോലെ നിൽക്കുന്നത് എന്താന്ന്? ഇങ്ങ് തന്നെ കളിക്കാതെ. ഓ, എഴുത്തുണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഞാൻ എല്ലാം വെച്ച് തീർക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ആലീസെ, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഭാര്യയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഭർത്താവും ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയും ഇടപെടരുതെന്ന് എന്നതാണ് കാര്യം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് നീ എന്നതുകൊണ്ട് ഈ പാക്കറ്റ് നീ പൊട്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ശരി, നമുക്ക് വൈകിട്ട് കാണാം. ബാക്കി വിശേഷങ്ങൾ നേരിൽ കാണുമ്പോൾ. നിന്റെ സ്വന്തം ഇച്ചായൻ. എന്റെ കർത്താവേ, ഇത് ഇച്ചായൻ കൊടുത്തു വിട്ടതാ. ഇത് ഇച്ചായന്റെ അക്ഷരവാ. എനിക്ക് നേരത്തെ മനസ്സിലായി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടിയാലോ? പോയിട്ട് വരാവേ. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. എന്തിനാണ് കരയുന്നേ? എന്നാലും ഇച്ചാൻ എന്നെ പറ്റിച്ചില്ലേ? ഞാൻ ഇച്ചാന്റെ ഭാര്യയാണെങ്കിൽ ഇച്ചാൻ ഓർക്കായിരുന്നല്ലോ. ഓർത്തല്ലോ. ഒരു പാഴ്സൽ വന്നപ്പോ ഇത്രയും ടെൻഷൻ അടിക്കാൻ എന്താ കാര്യം? നീ രാവിലെ ഇങ്ങോട്ട് നോക്ക്. സത്യപാലൻ സാറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സത്യപാലൻ സാറിന് ഉണ്ണി അർജയെ ഭയങ്കര സംശയമാണ് അല്ലേ?
സത്യപാലൻ സാറ് ഫോൺ എടുത്ത് നോക്കുന്നു, ബാഗ് നോക്കുന്നു, ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു അല്ലേ? ഇപ്പൊ നിനക്കോ ഒരു ചെറിയ പെട്ടി വന്നപ്പോഴേക്ക് എന്റെ മോളുടെ കയ്യിൽ നിന്ന് പോയി. നീ രാവിലെ ഇത്രയും വലിയ തള്ളിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഒരു പണി തരണോ. അതുകൊണ്ട് പവിത്രനെ ഞാൻ വിളിച്ചു വരുത്തി പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വിട്ടതാ. തെണ്ടി, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ടല്ലോ. എന്റെ പൊന്നുമോള് ഈ പാഴ്സൽ വന്നപ്പോ ഇത്രയും ടെൻഷൻ അടിക്കാൻ കാര്യം എന്താ? ഇച്ചായ, അതിന് കാരണക്കാരി ചാരുവാ. അവളാ പറഞ്ഞ ഇത് വലിയ പ്രശ്നമാകുമെന്ന്. അത് നീ അങ്ങ് വിശ്വസിച്ചു. എന്റെ പേരിൽ വന്ന ഒരു പാഴ്സല് ഞാൻ വരുന്നതിന് മുന്നേ എന്തിനാ പൊട്ടിച്ചേ? അതും അവളുടെ ബുദ്ധി അയച്ചായ, അവളാ പറഞ്ഞത് പൊട്ടിക്കാന്ന്. ഇതേ ചാരു തന്നെ അല്ലേ അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുന്നതിന് മുന്നേ സ്വന്തം ബുദ്ധി കൂടി പ്രയോഗിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, ഇല്ലേലേ? ഇങ്ങനെ ഇരിക്കും. എന്റെ ഒരു ചിരി നോക്ക്. നന്നായിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചു പഠിക്ക്. എന്റെ കൊച്ചിന് ഞാൻ അയച്ചതാ.